വളരെ സന്തോഷത്തോടുകൂടി അതിലേറെ അഭിമാനത്തോടുകൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയിരുന്നത് മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാന്ന് പറഞ്ഞിട്ടായിരുന്നു. മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു മലപ്പുറം സ്വദേശി, അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനും SIO അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിരന്തരമായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റുമാണ്. ഇന്ത്യ പാക് സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസിനടിയിൽ നിരന്തരമായിട്ട് ഇന്ത്യക്ക് എതിരായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പാകിസ്ഥാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു അയാളുടെ പ്രധാന പരിപാടി. ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കയറി ചൊറിഞ്ഞു, തിരിച്ച് അതുകൊണ്ട് അണ്ണാക്കി കിട്ടി. ഇന്ത്യയാണ് അങ്ങോട്ട് ആദ്യം ആക്രമണം അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊല്ലാനുള്ള പൂർണ്ണ അവകാശം പാകിസ്ഥാനിലെ ജനങ്ങൾക്കും പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കുമുണ്ട്. ബംഗാളിലും ബംഗ്ലാദേശിലും ഒക്കെ കിട്ടിയതുപോലെ കേരളത്തിൽ നിനക്കൊക്കെ കിട്ടും. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ 1921 മാറാട് സംഭവം നീയൊക്കെ ഓർത്താൽ മതി. ഇതുപോലുള്ള വാദങ്ങളൊക്കെയാണ് അണ്ണന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ കയറി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൊല്ലുന്നതൊക്കെ ശരിയാണെന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. അതുപോലെ കേരളത്തിലുള്ള ഹിന്ദുക്കൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ 1921 മാറാടിൽ നടന്നതുപോലെയും ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നത് പോലെയും ബംഗാളിൽ നടക്കുന്നത് പോലെയൊക്കെ ഈ കേരളത്തിൽ ഹിന്ദു വംശഹത്യക്ക് ഞങ്ങൾ വഴിയൊരുക്കും എന്നുള്ള രീതിക്കാണ് അണ്ണൻ എല്ലാ പോസ്റ്റിനടിയിൽ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇവന്റെ ഇതുപോലുള്ള കമന്റുകൾക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലെ പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും പോസ്റ്റിനടിയിൽ ഇവൻ വന്ന് വളരെ ധൈര്യത്തോടു കൂടി കമന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ NIAക്ക് വേണ്ടിയിട്ട് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ചായയും കാപ്പിയൊക്കെ തണുത്തുപോയി, നാളെയെങ്കിലും NIA വരുവോടെ എന്ന് ചോദിച്ചിട്ടാണ് ഇവൻ കമന്റ് ചെയ്യുന്നത്. ഇവൻ കുറെ കാലം ഡൽഹിയിലോ UPയിലോ എങ്ങാണ്ടൊക്കെ പഠിച്ചതാണ്. അവിടെ ഇവൻ ഇതേ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇവന്റെ മറ്റൊരു വാദം. ഇവനൊക്കെ ഈ നാട്ടിൽ കിടന്ന് എന്തൊക്കെ പരാക്രമം കാണിച്ചാലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ മറവിൽ SIO എന്നുള്ളൊരു പേരിൽ മുസ്ലിംസ് ആയിട്ടുള്ള ടീനേജേഴ്സിന്റെ ഇടയിൽ ഇതുപോലുള്ള തീവ്രവാദ അജണ്ടകളൊക്കെ പ്രചരിപ്പിച്ചാലും ഇവനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മിഥ്യാധാരണ ഇവനെ പോലുള്ള ഒരുപാട് പേർക്കുണ്ട് ഈ നാട്ടില്. ഇവനെതിരെ നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇടുക്കി സൈബർ പോലീസാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവനെ പോലെ ഈ നാട്ടിൽ എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളാം, ഇത് ഇന്ത്യയാണ്. ഇത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഇന്ത്യയാണ്. ന്യൂനപക്ഷമല്ലേ എന്ന് കരുതി ഇവനെ പോലുള്ളവരെ തലയിലെടുത്ത് താലോലിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഓർത്താൽ നിനക്കൊക്കെ കൊള്ളാം. നിലവിൽ ഇപ്പോൾ പൈനാവിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മുട്ടം കോടതിയിലേക്കാണ് ഇവനെ കൊണ്ടുവരാൻ